VM വിനുവിന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്ലാൻ ബി തയ്യാറാണെന്ന് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ. വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ലാതിരിക്കാൻ കാരണം CPM നടത്തിയ ഗൂഢാലോചനയാണെന്നും K. പ്രവീൺകുമാർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കല്ലായി ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് ഇറക്കിയ സർപ്രൈസ് സ്ഥാനാർത്ഥി സംവിധായകനായിട്ടുള്ള VM വിനു. ആ VM വിനുവിന് വോട്ടുണ്ടോ അതോ വോട്ടില്ലേ, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. തനിക്ക് ഭരണഘടന നൽകിയ മൗലികാവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതി സമീപിച്ചിരുന്നത്. ഇന്നലെ അദ്ദേഹം കലക്ടറെ കണ്ടിരുന്നു. കലക്ടറത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു പ്രതീക്ഷാജനകമായ മറുപടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതില്ലെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതുപോലെ പറയുന്നുണ്ട്, വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CPM-ഉം ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി കോൺസ്പിറൻസി ഉണ്ട്. ആ കോൺസ്പിറൻസി ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് VM വിനുവിൻ്റെ വോട്ട് പുനഃസ്ഥാപിക്കാൻ ഈ രാജ്യത്തെ പൗരനായ അദ്ദേഹം കലക്ടറെ സമീപിച്ചപ്പോൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലുള്ള നേതാക്കളടങ്ങുന്ന സംഘം കലക്ടറെ കണ്ടത്. CPM എന്തിനാണ് കക്ഷി ചെയ്യുന്നത്? ഞങ്ങളുടെ പാർട്ടി പരിശോധന നടത്തിയ ഒരാൾക്ക് വോട്ടുള്ളൂ കൊടുക്കുള്ളൂ. കോൺഗ്രസ് പരിശോധന നടത്തിയാൽ മാത്രമാണ് ഒരാൾക്ക് വോട്ട് കൊടുക്കുക. അതൊരു നാട്ടു നടപ്പ് മാത്രമാണ്, നിയമം അതല്ലല്ലോ. ഞങ്ങൾക്ക് നീതി ലഭിക്കാത്ത പക്ഷം അതിന് കടുത്ത വില നൽകേണ്ടി വരിക CPM-ഉം ഇടതുപക്ഷമായിരിക്കും. VM വിനു അയോഗ്യനായി കഴിഞ്ഞാൽ ആരായിരിക്കും? അതിനൊക്കെ പ്ലാൻ ബി ഉണ്ട് ഞങ്ങൾക്ക്. കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ലേ, UDF ഒരു മുന്നണിയില്ലേ, അതിനൊക്കെ ഒരു സർപ്രൈസ് പ്ലാൻ ബി ഉണ്ടാവും. VM വിനുവിന് സ്ഥാനാർത്ഥിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്യും? അത് തന്നെയാണ് ഉദ്യോഗം. പ്ലാൻ ബി ഉണ്ടെന്നാണ് DCC നേതൃത്വം പറയുന്നത്. ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.